തട്ടിപ്പ് കേസിൽ ഇരയാക്കപ്പെടുകയും 2021 സെപ്റ്റംബർ മാസം 24-ാം തീയതി FIR രേഖപ്പെടുത്തി മോൻസനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച്. ആ കേസിലെ പരാതിക്കാരാണ് ഞങ്ങൾ. ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത് ഷമീർ അംട്ടി, യാക്കൂബ് റായിൽ, ഷാനിമോൻ പരപ്പൻ, 3 പരാതിക്കാരാണ്. ഞങ്ങൾ മൊത്തം 6 പരാതിക്കാരാണുള്ളത്. ബാക്കിയുള്ളവർ വിദേശത്ത് ആണുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ഏതാനും ജഡ്ജ്മെന്റുകൾ, മറ്റ് കേസുകളിലെ ജഡ്ജ്മെന്റുകൾ മോൻസൺ അനുകൂലമായിട്ട് വിധി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ കാര്യത്തിലേക്ക് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങൾ സർക്കാരുമായും അന്വേഷണ ഏജൻസിയുമായും ബന്ധപ്പെട്ട ആളുകളുമായിട്ടും നിരന്തരം നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം മോൻസനെ വെറുതെ വിടുന്ന പല കേസുകളിലും മോൻസനെ വെറുതെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന കോടതിയുടെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പിന്നിൽ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കേസ് അന്വേഷണം അട്ടിമറിച്ചതും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത് നമ്മൾ പറയുമ്പോൾ മോൻസൺ അനുകൂലമാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ മോൻസനുമായിട്ട് ഒത്തുതീർപ്പായി, ഞങ്ങൾ ഹവാലക്കാരാണ്, ഞങ്ങൾ മറ്റുള്ള തരത്തിലൊക്കെ ഞങ്ങളെ എതിരായിട്ട് വയ്യാർ വർഷത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഗൂഢാലോചനയും ആക്ഷേപവും കാരണമായിരുന്നു ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ ഗുരുതരമായ ചില കാര്യങ്ങൾ ഇപ്പോ ഈ വിധികൾ വന്ന പശ്ചാത്തലത്തിൽ മോൻസനെതിരെ വ്യാജമായിട്ട് പരാതി നൽകിയതാണോ, അതല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു പല ഹിഡൻ അജണ്ടകൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊക്കെ തരത്തിലുള്ള വ്യാപകമായിട്ട് അന്വേഷണ സംഘം നയിക്കുന്ന വയ്യാർ വർഷവും അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് മോൻസന് കുറ്റവിമുക്തനായിട്ടുള്ള ജഡ്ജ്മെന്റും വന്നപ്പോൾ ഞങ്ങളൊരു സംശയത്തിലേക്ക് വരുന്ന സാഹചര്യം ഉടലെടുത്തതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഇന്ന് മീഡിയനെ കാണാൻ തീരുമാനിക്കുകയുണ്ടായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയം, ഒന്ന്, മോൻസൺ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഞങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്ത വ്യക്തിയാണ്. ആ പരാതിയിലും ആ വിഷയത്തിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി തന്നെ ആവശ്യപ്പെടാറുള്ളത്. ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ് മീറ്റാണ് ഞങ്ങൾ ഇന്നിവിടെ നടത്തുന്നത്. അതിലേക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ കേസിൽ നിരവധി ആളുകളെ ഗൂഢാലോചനയിലൂടെ പ്രതി ചേർക്കാനും അതേപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും സംരക്ഷിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വയ്യാർ വർഷത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആമുഖമായിട്ട് നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കാം. ഈ വോയിസ് DYSP വയ്യാർ വർഷവും മോൻസൺ മാവുങ്കലിനെതിരെ നിലവിൽ മോൻസൺ ശിക്ഷ അനുഭവിക്കുന്ന കേസിലെ കൂട്ടുപ്രതിയുമായിട്ടുള്ള ജോഷി ജോസും കേസ് അന്വേഷിക്കുന്ന വയ്യാർ വർഷവും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 23-ന്, അതായത് ഓഗസ്റ്റ് 23-നാണ് ഈ കൂട്ടുപ്രതി ഞങ്ങളെ വന്നു കണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വയ്യാർ വർഷത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പറയുന്നു. ഒരു കൂട്ടുപ്രതിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞങ്ങളുടെ മുമ്പാകെ നിന്നുകൊണ്ട് ഫോൺ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹവും ഈ വയ്യാർ വർഷം നടത്തിയ ഒരു സംഭാഷണമാണ്. എല്ലാവരും ഇത് പറയും. അപ്പുറത്ത് അവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലാണെങ്കിൽ പറയാനുള്ള ഇതൊക്കെ മനസ്സിലായി. കോടതിയില്ല, എല്ലാ കോടതിയിൽ ഒന്നില്ലായിരുന്നു. ക്ഷമയൊക്കെ അതിന് ചെയ്യാൻ പറയാം. അമീർക്കൊക്കെ നോക്കേണ്ട കാര്യം സാറിന്റെ ഒരു കാര്യത്തിലല്ലേ ഞാൻ നിന്നത്. സംഭവം ചെയ്ത് ഈ കേസില് പെൺകുട്ടികൾ പറയുന്നതല്ലേ ഈ കോടതി സാക്ഷികൾ പറഞ്ഞപ്പോ കോടതി സീരിയസ് അല്ലേ? കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണെന്ന് പറയുന്നത് എല്ലാവരുടെയും ഇതാണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞ മൊഴിയുണ്ടല്ലോ എന്നാണ് വ്യക്തി പറയുന്നത്. ബാക്കിയുള്ള പിള്ളേരോടൊന്നും പോരാണെന്നുള്ളതിനെ പറയുന്നത് പുള്ളി രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഇറക്കിയത്.
രേഖകളുണ്ട്. കൺവിക്ഷൻ ഉണ്ടാവുന്നല്ല, മൊഴിയുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ അതിന് കൺവിക്ഷൻ ആണെന്ന് പറയുന്നില്ലല്ലോ. എനിക്കൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോ എന്റെ പണി തന്നെ വല്ലപ്പോഴും മേക്കപ്പ് വെക്കും, അതിനെക്കാട്ട് അത്യാവശ്യം അവസ്ഥയാണല്ലേ. മറ്റേല്ലാത്ത അവസ്ഥയായി അത് അവര് വീട്ടിൽ വന്ന് കണ്ണുകൊണ്ട് വന്നിട്ട് എന്നെ പിടിച്ചോണ്ട് പോയത് അറിയോ. തീവ്രവാദി പോയാണ് ഞാൻ പോയത്. ഞാൻ മൊഴി കൊടുത്തു എന്നാണ് ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞത്. ഈ പരാതിക്ക് ശേഷം ഈ കേസ് അന്വേഷിച്ച SP സോജൻ 2022 ജൂലൈ മാസം വരെ ഈ കേസ് 2021 സെപ്റ്റംബർ മുതൽ അറസ്റ്റിന് ശേഷം അന്വേഷിച്ചത് SP സോജനാണ്. ഈ പരാതിയിൽ ഈ പരാമർശം ഉണ്ടെങ്കിലും കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അദ്ദേഹം സാന്നിധ്യം നിഷേധിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുള്ള ഫോട്ടോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചത് സത്യസന്ധമായ കാര്യം തന്നെ. പക്ഷെ അനൂപ് കൊടുത്ത പണത്തിൽ നിന്നും 10 ലക്ഷം രൂപ കെ സുധാകരൻ വാങ്ങി എന്നുള്ളത് പിന്നീട് ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് നിയമിതനായ P ശശി ചുമതലയേറ്റതിന് ശേഷം YRSത്തിന്റെ IPS കൺട്രോളർ ഇവരുടെ ഗൂഢാലോചന ഭാഗമായിട്ട് നടന്നതാണെന്നാണ് ഈ സംഭാഷണത്തിൽ അന്ന് ജോഷി പറയുന്ന കാര്യം ഇതാണ്. അപ്പോ ഇത്തരത്തിൽ ഇവരുടെ രാഷ്ട്രീയ താല്പര്യവും അതേപോലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള താല്പര്യവും എല്ലാം ഈ കേസ് നടപ്പിലാക്കി. ഈ കേസ് എന്നല്ല, എല്ലാ കേസിലും മോൻസനെതിരെ ഗൂഢാലോചന മോൻസനുമായി ചേർന്നുകൊണ്ട് എടുത്ത എല്ലാ കേസിലും ക്രൈംബ്രാഞ്ച് DYSP YRS ഗൂഢാലോചന നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കെ സുധാകരന് അനൂപ് കൊടുത്ത അനൂപിൽ നിന്ന് വാങ്ങി 25 ലക്ഷത്തിൽ നിന്ന് കെ സുധാകരന് 10 ലക്ഷം കൊടുത്തു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അത് 20 അനൂപ് വരുന്നത്. അപ്പൊ അതിൽ 28 ലക്ഷം രൂപ ബാംഗ്ലൂരിൽ നിന്നും പരാതിക്കാരനായ ഷാനിമോൻ എത്തിച്ച് എന്നാണ് പറയുന്നത്. ആ കുറ്റപത്രത്തിൽ അത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് YRS കോടതിയിൽ സമർപ്പിച്ച ആ വിഷയം അറിഞ്ഞ അന്ന് തന്നെ ഏപ്രിൽ മാസം 14-ാം തീയതി ഈ വർഷം ഞങ്ങൾ സർക്കാരിന് പരാതി കൊടുക്കും. ഞങ്ങളുടെ മൊഴിയിൽ ഉൾപ്പെടെ തെറ്റായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മാത്രമല്ല, സുധാകരൻ പണം വാങ്ങി എന്ന് പറയുന്നത് മോൻസന്റെ ജീവനക്കാരായ 3 പേരുടെ 164 ആണ്. അതിലുള്ള ഒരു 164 കൊടുത്ത കക്ഷിയാണ് ഈ പറയുന്നത്. സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെതിരെ ഉൾപ്പെടെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടും എന്നെ നിങ്ങൾ കേസിൽ നിന്ന് ഊരി തന്നില്ലല്ലോ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണം. രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആളുകൾ കേസിൽ ഉപയോഗപ്പെടുത്തുകയും ഞങ്ങളുടെ പണം നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഈ പണം കണ്ടെത്താനോ ഈ വിഷയങ്ങളോ ഒന്നും കേസിൽ ഉൾപ്പെടുത്താതെ തികച്ചും കേസ് അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന പീഡന കേസുകൾ കോടതിയിൽ ശക്തമായിട്ട് പ്രോസിക്യൂഷന് വിജയിപ്പിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ, അതായത് ഈ പറയുന്ന 2 വോയിസും കൂടി ഉണ്ട്, അതായത് ഞങ്ങൾ അയച്ചുതരാം. ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടി ക്രൈംബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് YRSുമായി ഞങ്ങൾ വാക്തർക്കമുണ്ടായി. കാരണം
വായിച്ചു തരാം. അതായത് കൃത്യമായിട്ട് ഈ പെൺകുട്ടിയുടെ അനുഭവം പറയാം. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഭീഷണിപ്പെടുത്തി കേസടിക്കുക. അപ്പൊ ഞങ്ങൾ അത് എതിർത്തു. അവർക്ക് പരാതി ഇല്ലെങ്കിൽ ആ സംഭവം നടന്നിട്ടേ ഇല്ല. അതായത് ഏറ്റവും ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി കേസടിക്കുക. അപ്പൊ ഇത്തരത്തില് ഈ കേസെടുക്കാനുള്ള സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ സാമ്പത്തിക കേസിൽ പ്രതിയാക്കും. ഈ കേസെടുക്കുന്ന സാഹചര്യം എന്താ? CPIM സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന എടുക്കുന്നത് കെ സുധാകരൻ പീഡന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കേസ് നടക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ കേസ് എത്തി കുറ്റപത്രത്തിൽ കേസ് കൊടുത്ത പരാതിക്കാരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഈ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അത് അസാധ്യമായി വന്നപ്പോ അടുത്ത ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്കുക. അങ്ങനെ ഇത്തരത്തിൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്കുക. ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ അവിടുന്ന് പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇത്തരം കേസുകൾ എടുത്തതാണ് കോടതിയിൽ നിന്ന് ഇപ്പോ ഈ മോൻസനെ കുറ്റവിമുക്തനാക്കി പോയിരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? ഞങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയ ഞങ്ങളെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ മോൻസൺ, ഇതൊക്കെ ഇവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മോൻസൺ ഉപയോഗിച്ച കുറച്ച് രേഖകളുണ്ട്. ഈ കുറ്റപത്രത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ബോംബെ അപ്പാരൽ ട്രൈബ്യൂണലിന്റെ കോടതി ജഡ്ജ്മെന്റുകളുണ്ട്, അതിലുപയോഗിച്ച സീലുകളുണ്ട്, HSBC ബാങ്കിന്റെ രേഖകളുണ്ട്, അതിന്റെ സീലുകളുണ്ട്, ഇതിനെക്കുറിച്ച് DRDOയുടെ എഗ്രിമെന്റുകളുണ്ട്, DRDOയുടെ ഡോക്യുമെന്റുകളുണ്ട്. ഈ സീലുകൾ ആര് നിർമ്മിച്ചു? ഇത് എവിടെ നിന്ന് നിർമ്മിച്ചു? ഈ വ്യാജ ഡോക്യുമെന്റുകൾ മോൻസൺ എവിടെ നിന്ന് കിട്ടി? ഇതൊന്നും കുറ്റപത്രത്തിൽ പറയുന്നില്ല. ഇവരാരും പ്രതികളുമല്ല. അതേപോലെ തന്നെ ഈ പ്രധാനമായിട്ട് ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞതാണ് DGP ബെഹ്റ ഒപ്പിട്ട രേഖ. DGP ബെഹ്റ ഒപ്പിട്ട രേഖ ഒരു നിസ്സാര സംഭവമല്ല. അത് ഈ മുൻ DGP പോലും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്ത് പറഞ്ഞ അൺഷെഡ്യൂൾഡ് വിസിറ്റ് എന്നാണ്. കള്ളമാണ്. ആ ബെഹ്റ അവിടെ വരുന്നത് പരാതിക്കാരായ ഞങ്ങളെ വിളിച്ച് മുൻകൂട്ടി തന്നെ മോൻസൺ പറയുന്നുണ്ട്. അതിന്റെ വോയിസ് റെക്കോർഡ് മോൻസൺ അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ SP മുതൽ മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും വാട്സപ്പ് വഴി ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിലേക്ക് അന്വേഷണം നടന്നതേ ഇല്ല. ബെഹ്റ അവിടെ വരുന്നത് അനിതാ പുല്ലയിൽ ക്ഷണിച്ചിട്ടാണ് എന്ന് അവര് തന്നെ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടും ഈ വിഷയം അഡ്രസ് ചെയ്യാനോ കുറ്റപത്രത്തിൽ സമർപ്പിക്കുമ്പോൾ അതിന് രേഖപ്പെടുത്താനോ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ബെഹ്റ അവിടെ വരുന്നത് 11 ആയിട്ടുള്ള സന്തോഷും കൂടി DGP ഓഫീസിൽ എത്തുന്നത്. എന്നിട്ട് മോൺസൺ എഡിഷൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഹെഡിൽ അപേക്ഷ കൊടുക്കുന്നത്, അമൂല്യമായ പുരാവസ്തുക്കൾ വീട്ടിലുണ്ടെന്നും അതിന് പ്രൊട്ടക്ഷൻ വേണം. അതില് ഈ ബെഹ്റ സാർ തന്നെ ബെഹ്റ സാർ ഒപ്പിട്ട രേഖയാണിത്. ഇത് വ്യാജരേഖയല്ല. ഈ രേഖ കാണിച്ചിട്ടാണ് പണം തട്ടിയത് എന്ന് 2024 ഞങ്ങൾ 21 തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത് തന്നെ police reported that a large number of very rare high value unique antiques are kept. അതായത് അവിടെ അമൂല്യമായ പുരാവസ്തുക്കൾ ഉണ്ട് എന്ന് കേരള പോലീസിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി മോൺസന് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാര് അവിടെ മോൺസന്റെ അറസ്റ്റ് നടക്കുന്ന അന്നും അവിടെ വന്ന് ഒപ്പിട്ട് പോവാണ്. ഈ ഒപ്പിട്ട് പോകുമ്പോ ഞങ്ങൾ കൊടുത്ത പരാതി ആദ്യത്തെ പരാതിയല്ല, മോശം വാങ്ങല്ലേ. 3 കേസിൽ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് തിരുവനന്തപുരം എടുത്തൊരു കേസിലും കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ എടുത്തൊരു കേസിലും പന്തളം പോലീസ് രജിസ്റ്റർ ഒരു കേസിലും അങ്ങനെ 3 കേസിലെ പ്രതിയായിരിക്കുമ്പോഴാണ് ഈ ഓർഡറും കൊടുത്ത് മോൺസന്റെ വീട്ടിൽ 3 നേരം പോലീസുകാർ വന്ന് ഒപ്പിട്ട് പോകുന്നത്. അപ്പൊ സാധാരണ ബീറ്റ് ബോക്സ് വെക്കുന്ന ഒരു നടപടിയല്ല. ഇത് പുരാവസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്ത് മോൺസന്റെ കയ്യിൽ രേഖാമൂലം കൊടുത്തതാണ്. അപ്പൊ ഇത് ഈ ഓർഡർ കൊടുക്കുന്നത് എന്നതാണ്? ഈ ഓർഡർ കൊടുക്കുന്നത് 2019 മെയ് മാസം അവസാനമാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. ഇതേ മെയ് മാസം 11-ാം തീയതിയാണ് ബെഹ്റ മനോജ് എബ്രഹാം അവിടെ വരുന്നത്. എന്നിട്ട് അവര് പറഞ്ഞത് എന്താ? സംശയം തോന്നി ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കത്ത് എഴുതിയെന്ന്. ഒരു DGP ആയിരിക്കുന്ന അദ്ദേഹത്തിന് അറിയില്ലേ EDക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ കേരള പോലീസ് ഇവിടെ ഒരു FIR രേഖപ്പെടുത്തണമെന്ന്. ഇത്തരത്തില് എല്ലാം ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ ഈ കേസിന്റെ എല്ലാ ഘട്ടത്തിലും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണം. ഇതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടും ഇതില് പിന്നെ പ്രധാനമായിട്ട് ഞങ്ങൾക്കുള്ള അലിഗേഷൻ റസ്റ്റം ഈ പറയുന്ന അതിജീവിതമാർക്കൊക്കെ പണം ഭീഷണിപ്പെടുത്തി മറ്റും നിർബന്ധിച്ചും വാങ്ങിക്കൊടുത്തു. ഈ യാക്കൂബിൽ നിന്നും 1,25,00,000 രൂപ മോൺസൺ ശിക്ഷിക്കപ്പെട്ട പോക്സോ അതിജീവിതർക്ക് കൊടുത്തു.
റസ്റ്റത്തിന്റെ തന്നെ മൊഴി അവർക്ക് കൊടുത്തതാണ്, ഞാൻ കൈക്കൂലിയായി വാങ്ങിയതല്ല. റസ്റ്റം മെഡലിൽ നിന്നും റസ്റ്റം വാട്സപ്പ് വഴി അക്കൗണ്ട് നമ്പർ അയച്ചു, അക്കൗണ്ട് വഴിയാണ് കൊടുത്തത്. ആ കേസ് വിജിലൻസ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും 6 മാസം പൂർത്തീകരിച്ചിട്ടും ഇതുവരെ അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ ഈ കേസിലെ പരാതിക്കാരനായ അനൂപ് അഹമ്മദ് പണം തട്ടിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ സമഗ്രമായ അന്വേഷണവും കുറ്റമറ്റ നടപടി സ്വീകരിക്കാമെന്ന് റസ്റ്റം വാക്കു നൽകുന്നു. അതിനുശേഷം ആ നടപടിയിലേക്ക് അദ്ദേഹം കടക്കാതെ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തു. കൂടാതെ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്നും മറ്റും കൊണ്ടുവന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന വിഷയം ചോദ്യം ചെയ്തപ്പോൾ ഈ വൈരാഗ്യത്തിൽ ഞങ്ങൾക്കെതിരെ തിരിയാണ്. ഇപ്പൊ ഞങ്ങളെ ഹവാലക്കാരനാണ്, ഞങ്ങൾ അനധികൃതമായി ഇദ്ദേഹം 100 ഏക്കർ ലാൻഡ് അനധികൃതമായി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് മാനന്തവാടി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് കത്തയച്ചു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആർക്കും അത്തരത്തിലുള്ള ഒരു ഭൂസ്വത്തോ അങ്ങനത്തെ ഒരു വിഷയമില്ല. അപ്പൊ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വസ്തുതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വയ്യാ റസ്റ്റം റിട്ടയർ ചെയ്യുന്നതിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പിൽ വിവിധ ഏജൻസികൾക്ക് കൊടുത്ത കത്തിൽ അന്വേഷണം നടക്കുകയാണ്. അപ്പൊ ഹവാലയുണ്ട്, ഇത്തരത്തിലുള്ള ഭൂസ്വത്തിൽ അനധികമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് തന്നെ ആക്ഷേപമുള്ള സ്ഥിതിക്ക് ഇത് സമഗ്രമായ ഒരു CBI അന്വേഷണം ഈ വിഷയത്തിന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.